മോർണിംഗ് ഓൾ ഓഫ് യു. ഇനി നമ്മൾ കൺസോൾഡേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പോവുകയാണ്. കാരണം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൺസോൾട്ടേഷനായിട്ട് പറയാൻ പോവുകയാണ്. അതിനുശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നു പ്രോഡക്റ്റ് പ്രൈസിംഗ് ആണ്. അത് കാസ്റ്റ് അക്കൗണ്ടൻറ്റ് ഉപയോഗിച്ച് പ്രൈസിംഗ് നിശ്ചയിക്കുക. പ്രോജക്റ്റ് പ്ലാൻ ഒരു CA ഉപയോഗിക്കുക, ചാർട്ടേഡ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുക. അതിലപ്പുറം ഒരു സെയിൽസ് ഹെഡിനെ നല്ല ഇതേ ഫീൽഡിലുള്ളതോ അല്ല സിമിലർ ഫീൽഡിലുള്ള സെയിൽസ് ഹെഡിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അവരുടെ അടുത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. നിങ്ങൾ കാലത്ത് വരുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഓഫീസിന് പരിസരത്തുള്ള മരങ്ങളുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അതിനുള്ള വെള്ളവും കാര്യങ്ങളും ഒഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക. കാരണം ഭൂമി ആദ്യം നമ്മൾ സംരക്ഷിക്കണം. സമയം വൈകിപ്പോയി എന്നാൽ പോലും ഇപ്പോഴും നമുക്ക് മദർ എർത്തിനെ ലവ് ചെയ്യാൻ കഴിയും. അത് ട്രീ പ്ലാന്റിംഗ് ആണ് ഒരു ഇമ്പോർട്ടൻ്റായി ചെയ്യാൻ പറ്റിയത്. അതിനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ട്രീ പ്ലാന്റിംഗ് ശേഷം നിങ്ങൾ ഓഫീസ് പോയി നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതുമാതിരി ഓരോ ഡിവിഷൻ ഹെഡും ഉണ്ടാവും. അത് അവരേതായ റെസ്പോൺസിബിലിറ്റി അവരിൽ ഏൽപ്പിക്കുക. നിങ്ങൾ വന്നിട്ട് എല്ലാത്തിനും ഒരു കണ്ണ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് മീറ്റിംഗ് മോർണിംഗ് നടത്തുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും വിളിക്കുക. അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ അക്കൗണ്ടബിലിറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഡേ കാണുമ്പോൾ അവർ വാട്ട് എവർ ദ തിങ്സ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരത്തുനിന്ന് വാങ്ങി വയ്ക്കുക. അവരുടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ റിവ്യൂ മീറ്റിംഗ് വയ്ക്കുക. ഒരു ദിവസവും മീറ്റിംഗ് വയ്ക്കുന്നതും അത്രയും നല്ലതാണ്. കാരണങ്ങൾ ഓർഗനൈസേഷനിൽ പൊളിറ്റിക്സ് വളരില്ല. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക. ആരെങ്കിലും മറ്റവരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ഉടനെ കട്ട് ഷോട്ട് ചെയ്യണം. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് തന്നെ ഞാനത് സംസാരിക്കും. എനിക്കാരോടും ഒരു എതിർപ്പുമില്ല, സ്നേഹവും വന്ന് നമ്മൾ എല്ലാവരും ഒരു ബിസിനസ്സിന് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ബിസിനസ് ചെയ്യുന്നതാണ്. ഇവിടെ അത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് ഞങ്ങൾ ഇടത് കൊടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് പബ്ലിക്കിൽ 5 മിനിറ്റ് മീറ്റിങ്ങിൽ പബ്ലിക്കായി ഇങ്ങനെ ഞാൻ കേട്ടുമല്ല എന്താ സംഭവം എന്ന് പറയുമ്പോൾ പിന്നീട് അത് വളരില്ല. അങ്ങനെ വളരുന്നതാണ് ഒരു ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് ആയിട്ട് വളരുന്നത്. എല്ലാവരെയും ഒരേമാതിരി കാണുക. എല്ലാവരും വന്നിട്ട് ജോലിക്ക് വന്നവരാണ്. അത് ജോലിയുടെ കാര്യങ്ങൾ മാത്രം അവർ ഡിസ്കസ് ചെയ്യുക. കാരണം കൊണ്ടും ഒരു പേഴ്സണൽ ഡിസ്കഷൻ ആരോടും നമ്മൾ ചെയ്തു പോകരുത്. നമ്മളൊരു ഫൗണ്ടറാണ്. കാരണം നമ്മളാണ് ഡ്രൈവിങ്. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യം കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു വേയിൽ നമ്മൾ മുന്നോട്ട് പോകണം. സ്ഥാപനം നമ്മുടേതാണ്. നമ്മൾ മാത്രമാണ് സ്ഥാപനത്തിൻ്റെ. നമ്മൾ തുടർച്ചയായി നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. 5 വർഷം കഴിയുമ്പോൾ തൊഴിലാളികൾ മാറിപ്പോകാം. അത്തരം തൊഴിലാളികൾ മാറുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് നമ്മളാണ്. അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ സ്വപ്നമാണ് അത് മറ്റൊരാളുടെയും സ്വപ്നമല്ല. പക്ഷെ നമ്മുടെ സ്വപ്നമാണ്. തീർച്ചയായിട്ടും അത് ഓർഗനൈസേഷനും തൊഴിലാളിയുടെ സ്വപ്നമായി മാറ്റണമെങ്കിൽ അവർക്കും ഇക്വിറ്റി ക്യാപ് ടേബിൾ ഉണ്ടാക്കി ഇക്വിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ സ്വപ്നമായും അത് മാറും. പക്ഷേ മാറിക്കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഉടനെ തന്നെ അവരെ പറഞ്ഞു വിടുന്ന ഒരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല. അത് തീർച്ചയായും അവരിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും അവരിൽ എടുത്ത് പറയണം. സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ സ്ഥിതി ഡെയിലി അത് വിവരിക്കണം. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഒരു കൾച്ചർ അവിടെ ബിൽഡാവും. സ്ഥാപനം എൻ്റേത് കൂടെയാണ് എന്നൊരു കൾച്ചർ ബിൽഡാവും. ഒരു തൊഴിലാളി പുറത്ത് പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ പോയി ആരംഭിക്കുന്നത്, അവർക്കും ഈ സ്വപ്നമുണ്ട്. പക്ഷെ നമ്മളത് ഇക്വിറ്റി കൊടുക്കുമ്പോൾ അവരെന്തിന് പുറത്ത് പോയി തുടങ്ങുന്നു? ഇതേ കമ്പനി തന്നെ എനിക്ക് സാലറി അല്ലാതെ എനിക്കിതിൻ്റെയും പാർട്ട്ണർഷിപ്പ് എനിക്കുണ്ട് എന്നുള്ള ബോധവാന്മാരാക്കി അവരെ വർക്ക് ചെയ്യിപ്പിക്കുക. കാരണം ഷെയർ കൊടുക്കുന്നത് വളരെ തുച്ഛമായ ഷെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൺട്രോളിങ് സ്റ്റേക്ക് നിങ്ങളുടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അവരുടെ ഒരു മോട്ടിവേഷൻ പാർട്ടാണ് ഈക്വിറ്റി കൊടുക്കുന്നത്. അതൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിന് പോകുമ്പോൾ അത് വളരെ വലുതായിട്ടാണ് അവർ കാണുന്നത്. ടീം ബിൽഡിങ്ങിൽ ഈക്വിറ്റി ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള പെർസെൻറ്റേജാണ് നമ്മൾ നിശ്ചയിക്കുക. അതുമാതിരി നിങ്ങളുടെ വർക്കിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്പെർട്ടൈസായ ആൾക്കാരെ നിയമിക്കണം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനെ വിളിച്ച് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഏൽപ്പിക്കുക. അതുമാതിരി ഓരോ വിഭാഗത്തിലും ഉള്ള ആളുകളെ ഇപ്പോൾ GST കൺസൾട്ടൻ്റ് ആണെങ്കിൽ GSTയുടെ കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഏൽപ്പിക്കുക.
ആ രീതിയിൽ നിങ്ങളെല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്ത് നിങ്ങളുടെ സമയം ലാഭകരമായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആൾക്കാരെ നമുക്ക് ഉപയോഗിപ്പിക്കാം. മാക്സിമം ഇന്ന് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ലൈക്ക് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ആഡ്സ് അങ്ങനെ പലതുമുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രയോജനകരമായിരിക്കും. എത്രയോ ന്യൂസ് മീഡിയാസ് ഉണ്ട്, എത്രയോ യൂട്യൂബ് ചാനലുണ്ട്. ആർക്കാണ് കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളത്, നമ്മുടെ പ്രോഡക്റ്റുമായി ആ യൂട്യൂബിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ തീർച്ചയായും അത്തരം യൂട്യൂബിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചാനലിയന്മാരിയുള്ള യൂട്യൂബ് ചാനലുകളിലെല്ലാമേ വന്നിട്ട് 4 ലക്ഷം 3 ലക്ഷം ആൾക്കാർ കാണാം. അത്രയും ചാനൽ നമ്മൾ സ്വന്തമായൊരു യൂട്യൂബ് ഉണ്ടാക്കി ഒരു ചാനൽ ഉണ്ടാക്കി ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരുന്ന അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തീർച്ചയായും യൂട്യൂബ് നല്ല നല്ല യൂട്യൂബ് ചാനലുമായിട്ട് അസോസിയേറ്റ് നിങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങൾ ആ യൂട്യൂബ് വഴി അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കും. നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ ശരി, അല്ല നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾ ചാനൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ സെയിൽസ് ഹെഡായിട്ട് സംസാരിച്ച് ആ രീതിയിലുള്ള സ്ട്രാറ്റജി, മാർക്കറ്റ് പോകുന്ന സ്ട്രാറ്റജി എല്ലാം വളരെ ക്ലിയറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം. അതും എക്സിക്യൂഷൻ പ്ലാൻ ആയിരിക്കണം. പ്രോജക്റ്റ് പ്ലാനും എക്സിക്യൂഷൻ പ്ലാനും വ്യത്യാസമാണ്. എക്സിക്യൂഷൻ അതാണ് ടാർഗറ്റ്, ബഡ്ജറ്റിംഗ് എല്ലാം വരുന്നത്. സോ എക്സിക്യൂഷൻ പ്ലാൻ വളരെ കൃത്യമായി തന്നെ നോക്കി അത് റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ വിജയസാരഥിയായി പ്രഖ്യാപിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. ദൈവാനുഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ ഏത് മതമാണെങ്കിലും ദൈവികമായിട്ടും നിങ്ങൾ ഏതാ നിങ്ങളുടെ റിലീജിയൻ ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവുക, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് കൂടാതെ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കഴിയുന്നത്ര നെറ്റ്വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഇൻഫർമേഷനും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് മാഗസീനുകൾ വായിക്കുക, ബിസിനസ് റിലേറ്റഡ് പത്രങ്ങൾ വായിക്കുക. ഇതെല്ലാമാണ് നമ്മുടെ ഒരു വിജയത്തിന് സാധ്യത. ഇതിനപ്പുറം ഒരു വലിയ ഒരു കാര്യങ്ങൾ പറയാൻ ഇതിലില്ല. കാരണം ഇതുതന്നെയാണ് ഇമ്പോർട്ടൻ്റായിട്ട് കുറേ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ TGL കുക്ക്വുഡ്സിൻ്റെ അനുഭവം പറഞ്ഞു തീർന്നു. ഇനി അടുത്ത ഒരു ഇത് വന്നിട്ട് ഒരു നോൺ ഫോസ്ഫേറ്റ് എങ്ങനെ ഞാൻ അതിൻ്റെ സെയിൽസിൽ വർക്ക് ചെയ്തു എന്നുള്ളതിനെ പറ്റി പറയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കേൾക്കാം. താങ്ക് യു.